ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മൈഷു സ്കൂൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് സ്കാൻ ചെയ്യാനുണ്ട് കേട്ടോ. ഈ സ്കാനിങ്ങിൽ അറിയാം എന്താ എൻ്റെ അവസ്ഥ എന്നുള്ളത്. പിന്നാമ്പുറത്ത് എന്തോ വലിയ ട്രിപ്പിന് പോണ പോലെ ഇരിക്കുന്നുണ്ടോ. ഇവരെ രണ്ടുപേരും അമ്മമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ട് പോവായിരുന്നു. പക്ഷേ തിരിച്ചു വരുമ്പോഴത്തേക്ക് അമ്മമ്മേനെ ഞങ്ങൾക്ക് അതുപോലെ തന്നെ കിട്ടണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇവരെ രണ്ടുപേരും കൂടി കൂട്ടിയെന്നേ ഉള്ളൂ കേട്ടോ. അല്ല ഇവർ പൊര എന്താ പറയുക പൊര തിരിച്ചിടും എന്നൊക്കെ പറയില്ലേ, അതായത് നമ്മളെ നാട്ടിൽ വീട് തിരിച്ചു വരുമ്പോഴത്തേക്കും അതുകൊണ്ട് കൂട്ടിയതാണ്. മെഡിക്കൽ കോളേജിന് അടുത്തുള്ള ഷാജീസിലാണ് കേട്ടോ പോണത്. നോർമൽ, അതായത് ബേബി വെയ്റ്റ്, ഫ്ലൂയിഡിൻ്റെ ഇൻഡെക്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ സ്കാനിങ് കേട്ടോ. ഇത് കഴിഞ്ഞ് ഞാൻ ഇന്ന് തന്നെ ഡോക്ടറെ കാണിക്കാനും പോകണം. ആക്ച്വലി ഇന്ന് രാവിലത്തേക്ക് സ്കാനിങ്ങിന് പോകണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ നടന്നില്ല. രാവിലെ ഷുഗർ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതിനും കൂടെ പോലും നടക്കൂലായിരുന്നു. അതുകൊണ്ട് ഷുഗർ ഇത്തവണ നന്നായി ഒന്ന് കുറഞ്ഞ് കൺട്രോളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ സമാധാനം കേട്ടോ. അവിടെ കയറിയ പാടും അവിടെ ഒന്നും ആരും ഇല്ലാത്തപ്പോൾ ഞാനും അമ്മയൊക്കെ സന്തോഷിച്ച് നമുക്ക് ഇപ്പം തന്നെ സ്കാൻ ചെയ്തങ്ങ് പോവാന്ന്. പക്ഷേ അപ്പോഴാണ് നഗ്നസത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. എന്നേക്കാൾ മുന്നേ 7 പേരെങ്ങാനും ചെയ്യാനുണ്ട് അത്രേ. എല്ലാവരും വന്ന് പേരൊക്കെ പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ടിട്ട് പോയതാണ് ഇടയ്ക്കൊക്കെ ഒന്ന്. അപ്പോഴത്തേക്ക് ഞാൻ തകർന്ന് പോയി. ഇനി കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യണമല്ലോ. തുമ്പി ആക്ച്വലി ഉച്ചയ്ക്ക് ഉറങ്ങുന്ന കുട്ടിയാണ് കേട്ടോ. അതിനോട് മര്യാദയ്ക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷേ അവൾക്ക് വന്നേ പറ്റും. പിന്നെ ഈ വാഴ നനയുമ്പോൾ ചീര നനയാന്ന് കേട്ടിട്ടുണ്ടോ? ദതുക്കൂട്ടാണ്. അമ്മ അവിടെ ഫോണിൽ നോക്കുമ്പോൾ നൈസായിട്ട് അവിടെ പോയി നോക്കുകയാണ്. കാരണം ഞങ്ങളോട് ചോദിച്ച് ഇച്ചിരി നേരം അമ്മമ്മേൻ്റെ ഫോൺ വാങ്ങിയായിരുന്നു കളിച്ചോട്ടെ എന്ന്. അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചില്ല. അവിടെ വേറൊരുത്തി അതേ അവസ്ഥ തന്നെയാണ്. ഏട്ടൻ ഫോൺ നോക്കുമ്പോൾ നൈസായിട്ട് അതിൽ നോക്കി കുത്തിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവർ ഒച്ചപ്പാടുണ്ടാക്കാതിരിക്കാൻ അവിടെ അങ്ങനെ അമർത്തി ഇരുത്തിക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. 7 പേര് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്പർ ചെറുതായിരിക്കും, പക്ഷേ അവർ സ്കാനിങ് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു ടൈം ആവുന്ന ഇന്നത്തെ കൊണ്ട് പഠിച്ചിട്ടോ. പിന്നെ കുറച്ച് നേരം അവർ കളിക്കും, കുറച്ച് നേരം അവിടെ ഇവിടെയും പോയിരിക്കും. ഇങ്ങനെയൊക്കെ സമയം കളയാണ്. അവരെ സമ്മതിക്കണം, ഇത്രയും നേരം ഇരുന്ന് എന്നെ സമ്മതിക്കണം. എനിക്കാണെങ്കിൽ ഇരുന്നിട്ട് എണീക്കുമ്പോൾ എൻ്റെ അമ്മോ ഒടുക്കത്തെ പെയിനാണ് കേട്ടോ. നല്ല വേദന ഉണ്ടേ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഡർ അനുസരിച്ചല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അമ്മേനെ ഞാൻ കളിയാക്കി ചിരിക്കുന്നത് എന്താ പറയുക, അമ്മ എന്തൊക്കെയോ എടുത്ത് സ്റ്റാറ്റസ് ഇടുക കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് എന്തൊക്കെ ഞങ്ങളെടുത്ത് സ്റ്റാറ്റസ് ഇടുന്നത് എന്നത്തെയോ ഒക്കെ ആയിരിക്കും. എന്നാലും ഒക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടണം കേട്ടോ. പണ്ഡിതരാണെന്ന് മറ്റുള്ളവർ വിചാരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ആധികാരികമായിട്ട് നമ്മുടെ US സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. വൈശായിട്ട് അല്ലൂർ പറഞ്ഞിട്ട് ഇതാണ് വാവ, ഇതാണ് മുഖം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് സ്കാനിങ് കഴിഞ്ഞ് തിരിച്ചു വന്നു. ആക്ച്വലി സ്കാനിങ്ങിൽ എന്താണെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ച് പോണത് ഡോക്ടറെ അടുത്തേക്കാണ് കേട്ടോ. ഡോക്ടറെ വീട്ടിൽ, അതും മെഡിക്കൽ കോളേജ് ആ പരിസരത്ത് തന്നെയാണല്ലോ, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇനി അവിടെയും കൂടെ പോയി ഡോക്ടറെ കാണിക്കണം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ വെയിറ്റ് ചെയ്യേണ്ട ഒരു ദിവസമായിരുന്നു എന്നുള്ളത് ഇന്നത്തെ കൊണ്ട് എനിക്ക് മനസ്സിലായി. അതായത് ഇവിടെ കുറേ നേരം ഇരിക്കേണ്ടി വന്നേ. അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോയേക്കുമ്പോൾ ഡോക്ടറെ അടുത്ത് നല്ല തിരക്ക്, അവിടെയും കുറേ നേരം ഇരിക്കേണ്ടി വന്നു. ഇപ്പം ഉണ്ടല്ലോ എനിക്ക് പെയിനാണ് കാര്യങ്ങളാണെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ അല്ലുട്ടം ഭയങ്കരമായിട്ട് സ്വയം കണ്ടറിഞ്ഞെല്ലാം ചെയ്യും കേട്ടോ. ഇപ്പം തന്നെ നോക്കി എനിക്ക് വേദന ഉണ്ടെന്ന് കണ്ടപ്പോൾ വേഗം എൻ്റെ ബാഗൊക്കെ വാങ്ങി പിടിച്ച് കയറുന്നുണ്ടപ്പോൾ എനിക്ക് പാവം തോന്നിയേ. അങ്ങനെയാണ് കേട്ടോ, കുറച്ച് കെയറിങ് സെറ്റായാണ് എൻ്റെ മോൻ. ഇന്നിപ്പോൾ ഡോക്ടർ എന്താ പറയുക എന്നുള്ളൊരു ടെൻഷനാണ് ഞാൻ അങ്ങോട്ട് പോണത്. കാരണം എന്ന് അഡ്മിറ്റ് ആവണം, എന്നാണ് സിസേറിയൻ എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഇന്ന് ഡോക്ടർ പറയണം. അങ്ങനെ ഞങ്ങൾ അവിടെ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പോയി ഞാനങ്ങ് കാണിച്ചു വരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് കുറേ ആൾക്കാരുള്ളത് അറിഞ്ഞത്. അങ്ങനെ കുറച്ചധികം നേരം നമ്മളവിടെ പോസ്റ്റായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കാണിച്ചിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നത്തെ ഡേറ്റ് എന്നുള്ളത് ഞാൻ ലാസ്റ്റിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് ഞാൻ ഡോക്ടറെ കാണിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങലും അല്ലൂസ് പറയുന്നുണ്ട്, അമ്മേ കഴിഞ്ഞോ, നമുക്ക് പോവാം. കാരണം ഓനെന്താ അറിയോ, അവിടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു സംഭവം വന്ന് നിൽക്കുന്നുണ്ട്, അത് അൺബോക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ തൊട്ടിട്ടേ തുടങ്ങിയതാണ് കേട്ടോ മൂപ്പര്. അങ്ങനെ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ കയറി എനിക്ക് മെഡിസിൻ വാങ്ങിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി മേലൊക്കെ കഴുകി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മളെ ഹേസ് മുട്ട കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഹേസും കല്യാണിയും കട്ടയൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പാടിയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഹേസുവിൻ്റെ കളി, അല്ലും തുമ്പി എല്ലാവരും പാടെ കളിയൊക്കെ ആയിരുന്നേ. ഹേസും മുട്ടയും കൂടെ അടിച്ചുകൊണ്ട് ഇപ്പോൾ കുറച്ച് ജാട കൂടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒന്നാമത് പുതിയ സ്ഥലമായതുകൊണ്ട് ഓളങ്ങിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുഞ്ഞുമുട്ടയാണ്, നമ്മൾ ശ്രദ്ധിക്കണം, തല തട്ടിയാലോ എന്നൊരു പേടി ഉണ്ടാവുമല്ലോ. അത് ഞാനാണെങ്കിൽ വന്ന പാടും വേലൊക്കെ കഴുകി, പക്ഷെ എന്നാലും ഭയങ്കര ക്ഷീണം കേട്ടോ. ഇനി ഇൻസുലിൻ വെച്ച് എന്തെങ്കിലും കഴിക്കണം. അപ്പോഴത്തേക്കും ഞാൻ കഴിക്കാതിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം അവർ ടാറ്റ ബേബി പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണ്, എന്നാ അഡ്മിറ്റ് ആക്കേണ്ടതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ വഴിയെ കണ്ടോളൂ കേട്ടോ. ഹലോ ഗൈസ്, അപ്പം ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പം രാവിലെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ സ്കാനിങ്ങിന് പോയി, അത് കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയി. സോ ഇന്നത്തെ ദിവസം മൊത്തം ഒരു ബിസി ഷെഡ്യൂളായിരുന്നു. അതിൻ്റെതായ ക്ഷീണം ഉണ്ടായിരുന്നു. വന്ന് അപ്പം തന്നെ ചൂടുവെള്ളമൊക്കെ വെച്ചൊന്ന് മേല് കഴുകിയപ്പോഴാണ് ഒന്ന് ഉഷാറായത്.
ഉഷാറായെന്നൊന്നും പറയാനില്ല, എന്നാലും ഒന്ന് തല പൊങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു വളകാപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി എന്നാണ് ഡേറ്റ് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ റിപ്ലൈ തരാൻ എനിക്കും അറിയില്ലായിരുന്നു എന്നാ ഡേറ്റ് എന്ന്. ഞാൻ വളകാപ്പ് കഴിഞ്ഞ് പിറ്റേന്നല്ലേ ഏട്ടാ, പിറ്റേന്നാണ് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അന്ന് തന്നെ ഡോക്ടർ എന്നോട് ഇങ്ങനെ ഒരു സംശയം പറഞ്ഞു, ലൈക്ക് നീ ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്ക്, എന്നിട്ട് നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാം. ഒന്നുകിൽ മെയ് 24, 25 അല്ലെങ്കിൽ ജൂൺ 1, 2 ഈ ഒരു ഡേറ്റിലായിട്ട് നമുക്ക് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് പെരുന്നാളും കാര്യമൊക്കെ വരുന്നുണ്ടല്ലോ, അതൊരു കാര്യം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബേബിക്ക് ഗ്രോത്ത് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് കറക്റ്റ് ഡേറ്റ് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് ഷുഗർ ടെസ്റ്റ് ഒന്നുകൂടി എടുക്കണം. അതുപോലെ പിന്നെന്താണ് സ്കാനിങ്ങും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും കൂടെ വെച്ചിട്ട് നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ലൈക്ക് ജൂൺ 1, 2 ആ ഡേറ്റിനൊക്കെയാണ് വരുന്നെങ്കിൽ അല്ലൂസിന് 3-ാം തീയതി സ്കൂൾ തുറക്കും. അപ്പം എൻ്റെ കുട്ടിക്ക് സ്കൂൾ തുറക്കണ ദിവസം തന്നെ എന്താ പറയുക, ഞാൻ അടുത്തുണ്ടാവില്ല, ഞാൻ ഹോസ്പിറ്റലിലായിരിക്കും. സോ അങ്ങനത്തെ ഒക്കെ ഒരു ടെൻഷനായിരുന്നു എനിക്ക്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, കാരണം ഗ്രോത്ത് ഓക്കെ ആവണേ. ഗ്രോത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെയ് 24, 25 ഒക്കെ ആകുമ്പം നടത്തും. അപ്പം 5 ഡേയ്സ് അവിടെ അഡ്മിറ്റ് കഴിഞ്ഞ് ഡിസ്ചാർജായി വരുമ്പോഴത്തേക്കും അല്ലുവിൻ്റെ സ്കൂൾ തുറക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു. അങ്ങനെ ഇന്ന് സ്കാൻ ചെയ്തു. ഇന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഷുഗർ ടെസ്റ്റ് ചെയ്തു. ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പം കഴിഞ്ഞ ദിവസം നല്ലോണം ഷുഗർ ഹൈ ആയിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ കിളി പാറി. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൊരു ടെൻഷനായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ ദിവസം നോക്കിയപ്പം അന്ന് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ മെറ്റ്ഫോമിൻ്റെ ഡോസ് കൂട്ടി, അതായത് ഷുഗറിൻ്റെ മെഡിസിൻ്റെ ഡോസ് കൂട്ടി. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഭയങ്കര ക്ഷീണം, അതായത് ഉറക്കം. എനിക്ക് ഉറക്കമില്ല എന്ന് ഇവരെല്ലാവരും എന്നെ കണ്ണു വെച്ചു. ആ മരുന്ന് കഴിച്ചു തുടങ്ങിയോടുകൂടി ഞാൻ ഉറങ്ങാൻ തുടങ്ങി. എല്ലായിടത്തും ഉച്ചയ്ക്ക് ഇവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വന്ന് കിടന്നാൽ അപ്പോൾ ഉറങ്ങും, അല്ലെങ്കിൽ എപ്പോഴൊക്കെ എനിക്ക് ടൈം കിട്ടുമല്ലോ, എപ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യണം വിചാരിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഫുള്ള് ഉറക്കത്തോടെ ഉറക്കട്ടോ എൻ്റെ അമ്മോ. അങ്ങനെ പെയിൻ ഉണ്ടാവുന്ന ആ ഒരു സമയം മാത്രമാണ് എൻ്റെ ഉറക്കം പോണത്. അല്ലാതെ എനിക്കിത് ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്യുന്നു. അതായത് 500 mg ഉള്ളത് 1000 mg പിന്നെ മാറ്റിയത്. അപ്പോൾ അതിൻ്റെതായ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് റിസൾട്ട് വന്നു. ഷുഗറിൻ്റെ അളവ് നന്നായിട്ട് കുറഞ്ഞു. പിന്നെ ഞാൻ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഷുഗർ 86 FBS-ഉം PPBS 106 ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ സമാധാനമായി ഷുഗർ ടെസ്റ്റിൻ്റെ കണ്ടപ്പം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സ്കാനിങ്ങിന് പോയി. അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സ്കാനിങ് കഴിഞ്ഞിട്ട് അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഡോക്ടറെ അടുത്ത് പോയിട്ടോ പിന്നെ കാണിക്കാൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഫ്ലൂയിഡ് കൂടുതലാണ്. അപ്പോൾ ഫ്ലൂയിഡ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള 2 റിസ്ക് ആണ്. ഒന്ന് ബിഗ് ബേബി, ഒന്ന് ഫ്ലൂയിഡ് കൂടെ, പോളിഹൈഡ്രാമിയോസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒന്നുകിൽ എന്താ പറയുക ബേബി വലുതായിരിക്കും, അല്ലെങ്കിൽ ഫ്ലൂയിഡ് കൂടുതലായിരിക്കും. എൻ്റെ വയറ് കണ്ടിട്ട് എല്ലാവരും ട്വിൻസ് ആണോ ചേച്ചി, അല്ലെങ്കിൽ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം ട്വിൻസ് അല്ല, ഫ്ലൂയിഡ് കൂടുതലാണ്. ബേബി നോർമൽ വെയിറ്റ് ആണ്, അതായത് കുറവും അല്ല കൂടുതലും അല്ല. ഈ ഒരു വീക്കിൽ വേണ്ട കറക്റ്റ് വെയിറ്റ് ആണുള്ളത്. അപ്പോൾ ഫ്ലൂയിഡ് കൂടുതലാണെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ചൊക്കെ ടെൻഷൻ തുടങ്ങി. കാരണം എനിക്ക് തോന്നിയത് ഇത് തുമ്പീനെ പോലത്തെ ഒരു വാവയല്ല, അല്ലുവിനെ പോലത്തെ ഒരു വാവയാണെന്ന്. കാരണം എനിക്ക് ഈ തുമ്പീൻ്റെയും അല്ലുവിൻ്റെയും പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടായിരുന്നേ. അപ്പോൾ അല്ലുവിൻ്റെ പ്രഗ്നൻസിയിൽ എങ്ങനെയാ വെച്ചാൽ ഫ്ലൂയിഡ് കൂടുതലായിരുന്നു. അല്ലു അത്ര തടിയുള്ള കുട്ടിയൊന്നുമല്ല, ഒരു 3 കിലോയിൽ വെയിറ്റ് വരുന്ന ഒരു നോർമൽ കുട്ടി. തുമ്പമ്മ എന്ന് വെച്ചാൽ അപ്പം ഞാൻ തുമ്പീനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ വിചാരിച്ചു ഇതും അങ്ങനെ തന്നെ ഫ്ലൂയിഡൊക്കെ കൂടുതലാണ്, തുമ്പി അല്ലുവിനെ പോലത്തെ ഒരു കുഞ്ഞാവയാണെന്നൊക്കെ വിചാരിച്ച് പോയപ്പം ഡോക്ടർ പറഞ്ഞു മോളെ ഇത് അങ്ങനെയല്ല, ഇത് വയറിലുള്ളതൊക്കെ നിൻ്റെ കുഞ്ഞാവ തന്നെയാണെന്ന്. അതായത് തുമ്പി 4 കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു, 3.8 അടുത്തോ എങ്ങാനുണ്ടായിരുന്നു തുമ്പീൻ്റെ വെയിറ്റ്. അപ്പോൾ അതിൽ ഫ്ലൂയിഡ് നോർമലായിരുന്നു. അപ്പോൾ ഇത്തവണ ഫ്ലൂയിഡ് കൂടുതലാണ്. അപ്പോൾ ബേബി അല്ലുവിനെ പോലത്തെ ഒരു ഭാവിയാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, ഇനി വരുമ്പോൾ കാണാം. അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊക്കെ ഞാൻ അറിഞ്ഞു. ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നോർമലാണ്, പിന്നെ വലിയ റിസ്ക് ഇല്ല എന്ന് കണ്ടപ്പം നമുക്ക് മെയ് 24 അഡ്മിറ്റ് ആവാം. മെയ് 25 നമുക്ക് സിസേറിയൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ അതാണ് അവസ്ഥ. പക്ഷെ എനിക്ക് ഈ പെയിൻ വന്നു പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. ബിക്കോസ് ഞാൻ ഒരുപാട് ഇങ്ങനെ ഓരോരുത്തരുടെ അനുഭവം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു വാവ നമ്മൾ പറയുമല്ലോ, അപ്പോൾ ഒരാളുടെ സിസേറിയൻ അപ്പോൾ അടുത്ത സിസേറിയൻ ആയിരിക്കും, അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ. ആദ്യത്തെ സിസേറിയൻ ആയിട്ട് രണ്ടാമത്തത് നോർമൽ പ്രസവിച്ച എത്രയോ ആൾക്കാരുണ്ട്, അതും 2-2.5 വയസ്സിൻ്റെയൊക്കെ ഗ്യാപ്പിൽ. ഇപ്പോൾ തുമ്പിയും ഈ വാവയും തമ്മിൽ 4 വയസ്സിൻ്റെ അടുത്ത് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു പേടി,
അയ്യോ ഞാൻ പ്രസവിച്ചു പോകുമെന്നൊരു പേടി, അത്ര എനിക്ക് പെയിനാണ്. ഇപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കില്ല, എനിക്ക് എണീക്കുമ്പോൾ എനിക്ക് എണീക്കാൻ പറ്റില്ല. മറ്റേ സിനിമയിലും മറ്റേ ദിലീപ് ആംബുലൻസിൽ നിന്ന് ഇറങ്ങി വരുന്നില്ലേ, ആ കുട്ടി ചിരിച്ചാൽ ഞാൻ പോകുമെന്ന് പറയുന്നത് ദദ്ദക്കൊട്ട് കൊച്ചി രാജാവ്, അതുപോലെയാണ് ഞാൻ ഇവിടെ കിടക്കുന്നിടത്തുനിന്ന് ഇരിക്കുന്നിടത്തൊക്കെ എണീറ്റ് പോണത്. പിന്നെ എനിക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത പെയിനാണ്. എനിക്ക് ഭയങ്കര പേടിയാണ് പ്രസവിച്ച് പോകുമെന്നുള്ളത്. അപ്പോൾ മെയ് 24 അഡ്മിറ്റ് ആകാൻ പറഞ്ഞിരിക്കണേ. KMCT ഹോസ്പിറ്റലാണ്, നസീമ ഡോക്ടറാണ്. പിന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊന്ന് ചില്ലാണ്. ഇന്നൊക്കെ ഞാൻ നല്ല ടെൻഷൻ അടിച്ച് നല്ല പെയിനായിട്ടാണ് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡോക്ടറെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ ഞാൻ ഓക്കെ ആയി. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ. അപ്പോൾ വളകാപ്പിന് എല്ലാവരും തന്ന ഒരു സ്വീകാര്യത എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ 100K ആയി, അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് 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 സന്തോഷം. അപ്പോൾ എന്താ പറയണ്ട അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇനി വൈശാഖിന് എന്താ പറയില്ല, വൈശാഖിന് ടെൻഷൻ ഉണ്ടോ? എന്തിനാ ടെൻഷൻ പറയൂ. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് ഇതുവരെ എൻ്റെ കൈ കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് പ്രസവത്തിന് എൻ്റെ കൈ കിട്ടണത്. അതുകൊണ്ട് എനിക്ക് ചില ദൂരം ഉണ്ട് ടെൻഷൻ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അടുത്തുണ്ടാകുമ്പോണ്ടല്ലോ ചില സമയം നമുക്കൊരു ചില സമയമായിട്ടും കോമഡി ഇടിക്കാറുണ്ട്. കാരണം രാവിലെ ഞാൻ വേദന എടുത്തിട്ട് അങ്ങേയറ്റം വേദന എടുത്ത് നിൽക്കുമ്പം ഏട്ടൻ വന്നിട്ട് വയറിൽ നോക്കുമ്പോണ്ടാകുമ്പോൾ വാവ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഉന്തിയൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഏട്ടൻ എടി ഇതാ വാവ ദാ പോകുന്നവൻ, മറ്റേ ഇതാ രാമഭദ്രനെ തല്ലിയവൻ എന്ന് പറയില്ലേ, ഇതാ പോകുന്നു രാമഭദ്ര, അതുപോലെയാണ് ഏട്ടൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് എടി നീ ഇപ്പോൾ പ്രസവിക്കുമോ, ഞാൻ അമ്മേനെ വിളിക്കട്ടെ, അപ്പുറത്തെ റൂമിലാണേ അമ്മ, ഞങ്ങളിവിടെയാണേ. അപ്പോൾ പറയാം നീ ഇപ്പോൾ പ്രസവിക്കും, ഞാൻ അപ്പോൾ അമ്മേനെ വിളിക്കട്ടെ എന്നൊക്കെ. അപ്പം ഞാൻ ഇന്ന് രാവിലെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, എടി പ്രസവവേദനയാണോ, പ്രസവിക്കുമോ, അമ്മേനെ വിളിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിരുന്നു നിങ്ങൾ, ഓർമ്മയില്ലേ, ഓർക്കത്തിലാണോ? എനിക്ക് അറിഞ്ഞൂടാ. കുട്ടി ആദ്യമായിട്ട് പ്രസവത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നതിന്റെ പ്രശ്നങ്ങളാണിത്. മൂന്നാമത് കണ്ടിട്ട് എനിക്ക് വലിയ മാറ്റത്തിലേക്ക് വേദന വരുമ്പോൾ ഞാൻ കുഞ്ഞു കുട്ടികളെ പോലെ എവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല വേദന ഉണ്ടായിരുന്നു. ഇന്ന് ഡോക്ടർ വേദന കുറയാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട്. എന്നാലും അല്ലേ കുഴപ്പമില്ല, എല്ലാം സെറ്റാണ്. ഒന്നാമത് ഇപ്പോൾ കുറച്ച് സമാധാനം, അമ്മയും ഏട്ടനും അമ്മമ്മയും എല്ലാവരും അടുത്തുണ്ടാവുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം കൊണ്ടാണോ എന്നറിയില്ല. എനിക്ക് എങ്ങനെ ഷുഗർ കുറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഷുഗർ കുറഞ്ഞുണ്ട്. ഇനി ഞാൻ ടെൻഷൻ ആക്കരുത്. എന്തോ പറയണേ. ഇനി ഞാനിട്ടിങ്ങനെ പറയും 24-ാം തീയതി എന്ന് പറയുമ്പോൾ ഏട്ടൻ 4 ദിവസം കൂടി ഉള്ളൂ എന്ന്. അപ്പം ഞാൻ അയ്യോ അങ്ങനെ പറയല്ലേ, എനിക്ക് ഞാൻ പേടിക്കണമല്ലോ. കാരണം എൻ്റെ മേലാണ് കത്തി വെക്കുന്നത്. അപ്പം എനിക്ക് പേടിക്കണമല്ലോ. എന്ത് സുഖാലേ അച്ഛനാണേ, വെറുതെ ലേബർ റൂമിന് മുന്നിൽ കൂടെ 2 നടക്ക എല്ലാവരും കുത്തുന്ന ഫോണ് കുത്തുക. അപ്പത്തേക്ക് അച്ഛനായി. അത് നിങ്ങൾ പ്രസവിക്കാൻ പോകണ്ടോ? എന്തോ പറയല്ലേ. അങ്ങനെയാണ് ഗൈസ്. അപ്പം അതൊക്കെയാണ് നമ്മളെ കഥകൾ. അപ്പം നമ്മളെ കുഞ്ഞുവാവ നല്ല ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടില്ലാതെ ആരോഗ്യത്തോടു കൂടി വരാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. 24-ാം തീയതി ഞാൻ അഡ്മിറ്റ് ആകാൻ പോവുകയാണ്. 25-ന് എനിക്ക് സിസേറിയനാണ് ഗൈസ്. ഓ മൈ ഗോഡ്. തുമ്പി എപ്പോഴും ചോദിക്കുന്ന പോലെ, തുമ്പി അല്ലുവിൻ്റെ ഒക്കെ കഥ കോമഡികളാണ് ഗൈസ്. തുമ്പി പറയപ്പോഴും ഇത് എപ്പോഴാണ് മുറുക്കിയാന്നാ ചോദിക്കുക. എന്തോ കേക്ക് മുറിക്കാൻ വെച്ച പോലെയാണ് അവളെ വർത്താനം. ഇത് എപ്പോഴും അമ്മയെ മുറുക്കിയ, കാരണം കുട്ടി ഇങ്ങോട്ട് വരണല്ലോ ഒക്കെ. അതുകൊണ്ട് പിന്നെ അല്ലുട്ടനാണെങ്കിൽ ചോദിക്കാം, അമ്മേ എന്തായാലും അമ്മേനെ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിലാണ് കൊണ്ടുപോവുക, അപ്പോൾ ആംബുലൻസിൽ സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകുമെന്ന്. അപ്പോൾ ഞാൻ ദൈവമേ മര്യാദയ്ക്ക് ഞാൻ കാറിലൊക്കെ നല്ല സെറ്റായിട്ട് പ്രസവിക്കാൻ പോവാന്ന് വിചാരിക്കുമ്പോൾ ഒരുത്തം പറയാ എന്തായാലും അമ്മ ആംബുലൻസിലാണല്ലോ പോവുക, അപ്പോൾ സ്ഥലം ഉണ്ടാവില്ല, അപ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകാം അമ്മാന്ന്. ഞാൻ ദൈവമേ അങ്ങനെ നഗരക്കരുത്തക്കൊള്ളക്കല്ലടാ. പിന്നെ ഇന്ന് എന്നോട് പറയാം, അമ്മേ എനിക്ക് തോന്നുന്നു അമ്മ 18-ാം തീയതി പ്രസവിക്കുക, ഇന്ന് 18ആയിരുന്നേ. അപ്പോൾ ഞാൻ പറയടാ അങ്ങനെ പറയല്ലേ. ഇങ്ങനെയാണ് എൻ്റെ 2 എണ്ണങ്ങളും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ തുമ്പി ഇങ്ങനെ പറയും, അമ്മ ഞാനിങ്ങനെ എടുക്കും, വാവശത്തേക്കും കൈ വെച്ച് കൊടുക്കും, വാവേൻ്റെ അപ്പി കിഴുകി കൊടുക്കും. ദൈവത്തിനറിയാം, വന്നു കഴിഞ്ഞാൽ അറിയാം. ഇന്നെ കണ്ട് കുഞ്ഞുവാവേനെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ആട്ടി ഉറക്കുന്നു. ഇതിനോട് അറിയേണ്ട കുഞ്ഞാവ വന്നിട്ട് ഇവിടെ എനിക്കിങ്ങനെ ആട്ടി ഉറക്കാൻ. അപ്പം അപ്പം തന്നെ ഞാൻ ഏട്ടനോ പറയണ ഒരു സെക്യൂരിറ്റി എങ്ങാനും വെക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ. ഇനി ഫുള്ള് കുട്ടീൻ്റെ കാര്യം നോക്കി ഏട്ടനാ. 3 മാസം കഴിഞ്ഞിട്ടല്ല, ഇത് ഏട്ടനൊരു ട്രെയിനിങ് പീരീഡ് ആണ്. കാരണം ഇതുവരെ ഒരു കുട്ടീനെയും ഏട്ടൻ അങ്ങനെ നോക്കേണ്ടി വന്നിട്ടില്ല. അല്ലുവിനും തുമ്പിൻ്റെ ഒന്നും എല്ലാവരും 3 മാസമായിട്ടാണ്. അപ്പോൾ ഈ വാവേനെങ്കിലും ഏട്ടൻ ഫസ്റ്റ് തൊട്ടിട്ട് നോക്കണം.
ഓക്കെ. അപ്പം ഇതുകൊണ്ട് എല്ലാ കാര്യവും ചേട്ടാ നോക്കണം, അത് സെറ്റാവും. ഇതൊക്കെ എൻ്റെ ആഗ്രഹം മാത്രമാണെന്ന് എനിക്ക് അറിയാം, എന്നാലും പ്രത്യേകം പറയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതൊക്കെ അടുത്ത എന്താ പറയുക, നമ്മുടെ ആനിവേഴ്സറി ആൻഡ് 100K സെലിബ്രേഷൻ വീഡിയോ വരുന്നുണ്ട്. അപ്പം അതിൽ കാണാം. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. ഇത് ഉച്ചയ്ക്കും ചിലപ്പോൾ വരിക. അപ്പോൾ ഗുഡ് നൈറ്റ് ഞാൻ അഡ്വാൻസ് ആയി പറഞ്ഞാന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, പക്ഷേ പറയൂ, ബായ് പറയൂ. കണ്ടോ, എൻ്റെ ബായിനൊക്കെ കളിയാക്കി പറയാൻ തുടങ്ങി. ബായ്. ഇതിപ്പോൾ ക്യാമറയുടെ മുമ്പിൽ വന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പുറത്താണെങ്കിൽ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വൈശാട്ടൻ എപ്പോഴും എന്താ സായിബാവാണോ ഇങ്ങനെ ക്ഷീണമായിട്ട്? നേട്ടം വയ്യ ഗൈസ്, ഇന്നെക്കാളും വയ്യായിക്കുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഗൾഫിൽ നിൽക്കുന്നതായിരുന്നു നന്നായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ കൂലിപ്പണിയാണ്, ഇവിടെ പട്ടിപ്പണിയാണ്. ഓക്കെ ഗൈസ്, ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് മുതലെടുക്കാൻ പറ്റും. ആകെ ഒരു പ്രസവത്തിനാണ് കിട്ടിയത്. ഇനി അങ്ങോട്ട് ഞാൻ പ്രസവിക്കാൻ പോകുന്നില്ല, അതോടുകൂടി സ്റ്റോപ്പാ. നമ്മൾ അനുഭവിക്കില്ല, അപ്പോൾ അവരും കുറച്ച് അനുഭവിക്കേണ്ടി. വേണ്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഞാൻ നിങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുമ്പോൾ ബൈ.